പ്രിയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവ് പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ എവരെയും പ്രഭാത വചനത്തിലേക്ക് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നലെ നാം ഓരോരുത്തരും കണ്ടത് പെന്തിക്കോസ്തി ദിവസം ആണ്. നമ്മളുടെ പുനരുത്ഥാനത്തിൽ നമുക്ക് ഫലം ചെയ്യുന്നതായ ആ പരിശുദ്ധാത്മാവിൻ്റെ പുതുക്കലാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇന്നലെ ഉണ്ടായത്. ആ അനുഗ്രഹം പ്രാപിച്ച എല്ലാവരെയും ദൈവം കരുതും എന്നതിന് രണ്ട് അഭിപ്രായം ആർക്കും ഉണ്ടാകില്ല. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 25 മെയ് 2026, ഈ മാസത്തിലെ 25ാമത്തെ ദിവസം, ഈ വർഷത്തിലെ 145ാമത്തെ ദിവസം, പെന്തക്കോസ്തിക്ക് ശേഷം വരുന്ന ആദ്യ ദിവസം. ഇന്ന് 516ാമത്തെ എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ധ്യാന വിഷയം അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരുടെ ദൈവം ആരാണ്? അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരുടെ ദൈവം ആരാണ്? അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. ആദിമന്തവും ഇല്ലാത്തവനാണ്. ഈ ലോകത്തെ സൃഷ്ടിച്ചവനാണ്. ഈ ലോകത്തെ കൺട്രോൾ ചെയ്യുന്നവനാണ്. ഈ ലോകത്തിൽ വന്ന് പാപം ചെയ്യാത്തവൻ പാപികൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുത്ത ദൈവമാണ്. പാപത്തെ വെറുക്കുകയും പാപികളെ സ്നേഹിക്കുകയും ചെയ്ത ആ ദൈവമാണ്. നാം ആ ദൈവത്തിൽ ശരണപ്പെടുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. ഈ പിതാക്കന്മാരുടെ പേരുകൾ കർത്താവ് ദൃഷ്ടാന്തമായി ചില സന്ദർഭങ്ങളിൽ ബൈബിളിൽ ഉപയോഗിച്ചിരുന്നു. അതായത് അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവരെ കുറിച്ച്. ഒരു സത്യക്രിസ്ത്യാനി ശാരീരികമായി മരിക്കുമെങ്കിലും അവൻ്റെ ജീവിച്ചിരിക്കുന്ന ആത്മാവ് എന്നേക്കും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. മരിച്ചവരുടെ ആവാസ സ്ഥലമായി പാതാളം എന്ന വാക്ക് പരേതരായ ദുഷ്ടാത്മാക്കളുടെ നിവാസ സ്ഥാനമായും പാപജീവിതമായും ശവക്കുഴിയായും പ്രയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന്, മരണത്തിൽ നിന്നെ ഓർമ്മയില്ല, പാതാളത്തിൽ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ കഴിയുന്നവൻ ആരാകുന്നു എന്ന് ദാവീദ് പറഞ്ഞിരിക്കുന്നതിനാൽ പാതാളത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ സാധ്യമല്ലല്ലോ എന്ന് അനുമാനിക്കാം. എന്നാൽ ഈ തോന്നൽ ഒരു തെറ്റിദ്ധാരണ മാത്രമാണെന്ന് ദാവീദിനെ തന്നെ 330 3-ാം സങ്കീർത്തന ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. യഹോവേ, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്നും കരയേറ്റിയിരിക്കുന്നു. ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു. ഈ വാക്യങ്ങളിൽ പാതാളം എന്ന വാക്കിന് പാപജീവിതം അല്ലെങ്കിൽ പാപമരണം എന്നർത്ഥമാണ്. ദാവീദ് ജീവനോടെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ജീവനെ പാതാളത്തിൽ നിന്നും കരയേറ്റിയിരിക്കുന്നു എന്ന് ദൈവത്തോട് സ്തുതിക്കുന്നത്. മരിച്ച ഒരാളിനെ കുറിച്ച് നമുക്കങ്ങനെ പറയുവാൻ സാധിക്കും. എന്നാൽ മരിക്കാതെ എങ്ങനെ ദാവീദിനെ പാതാളത്തിൽ നിന്നും കരയേറ്റും എന്ന് തോന്നുന്നില്ലേ? എന്നാൽ ശാരീരിക മരണം സംഭവിച്ചാലും ജീവിക്കുന്നവരെ പറ്റി യേശു പറഞ്ഞത് എന്തെന്ന് ശ്രദ്ധിക്കാം. പുനരുദ്ധാനമില്ലെന്ന് വിശ്വസിക്കുന്ന സാധുക്കർ യേശുവിൻ്റെ അരികിലെത്തി അവർ ഒരു ചോദ്യം ഉന്നയിച്ചു. ഒരുത്തൻ മക്കളില്ലാതെ മരിച്ചാൽ അവൻ്റെ സഹോദരൻ ആ സ്ത്രീയെ വിവാഹം കഴിച്ച് സന്തതിയെ ജനിപ്പിക്കണമെന്ന് മോശയുടെ ന്യായപ്രമാണം കൽപ്പിച്ചിരിക്കുന്നു. അവരുടെ ഇടയിൽ 7 സഹോദരന്മാരുണ്ടായിരുന്നു. അവരിൽ 1-ാമൻ മുതൽ 7-ാമൻ വരെ ഇങ്ങനെ വിവാഹം കഴിച്ചു മരണമടഞ്ഞു. എല്ലാവരും മരിക്കപ്പെട്ട് കഴിഞ്ഞ് ആ സ്ത്രീ മരിച്ചു. പുനരുദ്ധാനത്തിൽ അവൾ ആർക്ക് ഭാര്യയാകുമെന്ന് ചോദിച്ചു. പുനരുദ്ധാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കുന്നതുമില്ല, സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ അത്രയെന്ന് യേശു മറുപടി നൽകി. മരിച്ചവരുടെ പുനരുദ്ധാനത്തെക്കുറിച്ച് യേശു അവർക്ക് നൽകിയ മറുപടി ഇങ്ങനെ: ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമാകുന്നു എന്നവൻ അരുളി ചെയ്യുന്നു. എന്നാൽ അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവം അത്രേ എന്ന് മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 22-ാം അധ്യായം 32-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. എന്തിനാണ് യേശു ഞാൻ മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവമാണ് എന്ന് പറഞ്ഞത്? ചോദ്യത്തിൽ തന്നെ മറുപടി അടങ്ങിയിരിക്കുന്നു. പിതാക്കന്മാരുടെ മരണാനന്തരം ശരീരം മണ്ണോട് മണ്ണായി മാറുമെങ്കിലും വിശ്വാസികളായ പിതാക്കന്മാർ ഉൾപ്പെടെയുള്ള വാങ്ങിപ്പോയ ദൈവമക്കൾ ദൈവ തിരുമുമ്പാകെ മരിച്ചവർ അല്ലെന്നും ദൈവത്തിന് ജീവനുള്ളവർ ആണെന്നും
മൗനത്തിൽ ഇരിക്കുക അല്ലെന്നും പഠിപ്പിക്കുകയാണ്. യേശു പുനരുദ്ധാനത്തെ പറ്റി സാധുക്കളുടെ ചോദ്യത്തിനും വിശുദ്ധ ലൂക്കോസ് എവൻഗേലിയോസ്തായുടെ സുവിശേഷം 20:38 യേശു മറുപടി നൽകിയത്, ദൈവമോ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ എന്നാണ്. ഇസ്രായേൽ മക്കളുടെ മോചനത്തിന് മോശയെ വിളിച്ച് നിയോഗിക്കുമ്പോഴും യഹോവയായ ദൈവം പുറപ്പാട് 3:6 ഓർമ്മിപ്പിക്കുന്നത്, ഞാൻ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ നിന്റെ പിതാവിന്റെ ദൈവമായിരുന്നു എന്നാണ്. ദൈവം തന്നെ ഇവിടെ വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതും അനേകം തലമുറകൾക്ക് മുമ്പ് കടന്നുപോയ പിതാക്കന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് മരിച്ചവരുടെ ദൈവമല്ലെന്ന് പറയുമ്പോൾ തന്നെ കടന്നുപോയ ആ 3 പിതാക്കന്മാരുടെയും ദൈവമാണെന്നും അവർ ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നും അർത്ഥമാക്കണം. കർത്താവായ യേശു ക്രിസ്തു സ്വർഗരാജ്യത്തിൽ മർമ്മങ്ങളെ പറ്റി പറയുമ്പോൾ നീ മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് 13:17 പറയുന്നു, ഏറിയ പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നത് കാണുവാൻ ആഗ്രഹിച്ചിട്ടും കണ്ടില്ല, നിങ്ങൾ കേൾക്കുന്നത് കേൾക്കുവാൻ ആഗ്രഹിച്ചിട്ടും കേട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഈ വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം 8:56 പറയുന്ന ഭാഗത്തോട് കൂട്ടി ഒന്ന് വായിച്ചു നോക്കണം. അപ്പോൾ പൊരുൾ തെളിഞ്ഞു വരും. ഇവിടെ ഇപ്രകാരം പറയുന്നു, നിങ്ങളുടെ പിതാവായ അബ്രഹാമിന്റെ ദിവസം കാണും എന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു, അവൻ കണ്ടു സന്തോഷിച്ചുമിരിക്കുന്നു എന്ന് പറഞ്ഞു. കണ്ടുകൊണ്ട് ആനന്ദിക്കുന്ന അവസ്ഥയാണ് ഇവിടെ യേശു നമുക്ക് നൽകുന്നത്. ഈ 2 വചനഭാഗം വ്യക്തമാക്കുന്നത് അബ്രഹാം പിതാവ് 3 കാര്യങ്ങൾ കണ്ടു സന്തോഷിക്കുന്നു എന്നാണ്. തൻ്റെ ജനത്തെ വീണ്ടെടുക്കുവാനും കനാൻ ദേശം എന്നേക്കുമുള്ള അവകാശമായി അവർക്ക് ഉറപ്പായി കൊടുക്കുവാനും തൻ്റെ ജനത്തിനു വേണ്ടി മെസ്സിഹായെ അയക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതി, അതിൽ അബ്രഹാം സന്തോഷിച്ചു. തൻ്റെ സ്വാഭാവിക സന്തതിയിൽ കൂടി മെസ്സിഹായെ അയക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതി അവൻ കാണുന്നു, ഇതിൽ ഉല്ലസിക്കുന്നു. തൃത്വത്തിലെ രണ്ടാമൻ്റെ വ്യക്തിയെ ദൃശ്യമായ രൂപത്തിൽ അവൻ കണ്ടു. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നീ പിതാക്കന്മാർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരാണ്. ഇതിൽ നിന്നും നമ്മൾ ഉറച്ച് വിശ്വസിക്കണം. അങ്ങനെ ജീവിച്ചിരിക്കുന്ന ആ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ കർത്താവായ യേശു ക്രിസ്തുവിലാണ് നാം ഓരോരുത്തരും വിശ്വസിക്കുന്നത്. ആയതിനാൽ നാം മനസ്സിലാക്കേണ്ടത് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരുടെ ദൈവം ആരാണ് എന്ന് ഇപ്പോൾ നമുക്ക് ക്ലിയറായി. അത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണ്. അവരെ നാം പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുകയും ചെയ്യുന്നു. അതായത് എൻ്റെ അപേക്ഷപ്രകാരം പിതാവ് അയച്ച പരിശുദ്ധാത്മാവ് എന്നാണ് കർത്താവ് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നത്. അത് പ്രകാരം നോക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം നമുക്ക് ഓരോരുത്തർക്കും, അതായത് പരിശുദ്ധാത്മാവിൻ്റെ പുതുക്കം ഇന്നലത്തെ ദിവസം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. അത് ഇനിയും ഇല്ലാതാക്കാതെ നാം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി ദൈവത്തെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഈ ലോക ജീവിതത്തിൽ തന്നെ നമുക്ക് എല്ലാവിധ സുഖങ്ങളും അനുഭവിക്കുവാൻ സാധിക്കുമെന്ന് മാത്രമേ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് നാം ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.